അപ്പൊ ലോയിസ്, വെൽക്കം ബാക്ക്. നിനക്ക് കരയാൻ ഇഷ്ടമാണോ? സോറി, സർക്കാസം. നിങ്ങൾക്ക് ഇമോഷണൽ ഡ്രാമ മൂവീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതെല്ലാം ഒന്ന് കണ്ടുനോക്ക്. ആദ്യം തന്നെ നമുക്കൊരു ഫേമസ് പണിയും തുടങ്ങാം. സത്യം പറഞ്ഞ ഈ സിനിമ ലേറ്റ് ആയിട്ട് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. കാരണം അവസാനമൊക്കെ ആകുമ്പോൾ നല്ലോണം വിഷമം തോന്നും. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ജസ്റ്റിസ് പോലും കാണാത്തൊരു സൊസൈറ്റി ആണല്ലോ ഇതെന്ന് നമ്മൾ ആലോചിച്ചു. അപ്പൊ സിനിമ ഏതായാലും ദ ഗ്രീൻ മൈലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. രണ്ടാമതായിട്ട് ഈ ഒരു സിനിമ സത്യം പറഞ്ഞ ഒരു ഇമോഷണൽ സിനിമയല്ല, ഒരു മോട്ടിവേഷണൽ സിനിമ പോലാണ്. അതായത് ഈ സിനിമയ്ക്കകത്ത് ഹോപ്പ് ഉണ്ട്, പക്ഷെ ആ ഹോപ്പിന് വേണ്ടിയുള്ള സ്ട്രഗിൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നിപ്പോകും. അപ്പൊ പടം ഏതായാലും ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. മൂന്നാമതായിട്ട് ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് കരയിപ്പിച്ച ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഒരു അപ്പന്റെ പ്യുവർ സ്നേഹമാണ് കാണിക്കുന്നത്. പക്ഷേ സൊസൈറ്റി അവനെ പൊട്ടനെ കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അപ്പൊ ഈ സിനിമ ഏതായാലും ദൈവത്തിരുമകൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തമിഴ് കാണണമെങ്കിൽ ഇതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, അതിന്റെ റീമേക്ക് ആണിത്. ഐ ആം സാം എന്ന് പറഞ്ഞിട്ട് അത് വേണേൽ കണ്ടുവെക്കുക. നാലാമതായിട്ട് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പടമാണ് ആടുജീവിതം ഓർ ദ ഗോഡ് ലൈഫ്. അഞ്ചാമതായിട്ട് ഈ അടുത്ത് മലയാളത്തില് മമ്മൂട്ടി ഇറക്കിയതിൽ വെച്ച് എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ തോന്നിയ ഒരു ഇമോഷണൽ സിനിമയാണിത്. കാരണം ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഹോമോസെക്ഷൽ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതാണ്. അപ്പൊ സിനിമയുടെ പേര് കാതൽ ദ ഗോറാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. 6 ആൻഡ് ദ ലാസ്റ്റ് വൺ. സത്യം പറഞ്ഞാൽ ഈ സിനിമ അവസാനമാകുമ്പോഴാണ് നമ്മൾ ഇമോഷണൽ ആക്കുന്നത്. അതായത് ലവ് ആണ് കാണിക്കുന്നത്, പക്ഷെ ലൈഫ് അൺഫെയർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതായത്. ആ സിനിമ ഏതായാലും ഫോൾട്ട് ഇൻ സ്റ്റാർസ് ആണ്. ഇനി ഇതിന്റെ ഹിന്ദി വേർഷൻ ഉണ്ട്, ദിൽ ബേച്ചാര എന്ന് പറഞ്ഞിട്ട്. സോ ഏത് വേണേലും നിങ്ങൾക്ക് കണ്ടുവെക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.